രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ബാക്കി വന്നപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ നമുക്ക് കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. കൊത്തു ചപ്പാത്തി എന്നാണ് പറയുന്നതെങ്കിലും ചപ്പാത്തി മുറിച്ചാണ് കേട്ടോ എടുത്തത്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി നല്ലോണം പരത്തിയതെടുത്ത് അരിയുന്നതായിരിക്കും നല്ലത്. കാരണം ഞങ്ങൾ പരത്തിയത് അത്രയ്ക്കും നൈസായില്ല, അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു. ഇനി ഒരു പാത്രത്തിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേപ്പിലയും സവാളയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അന്ന് പയ്യെ വഴന്ന് വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി നൈസായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നല്ലോണം ഒന്ന് വഴന്ന് വരണം. ഇത് തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മസാലപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ അതിലോട്ട് 2 കോഴിമുട്ട ഒട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. മുട്ട റോസ്റ്റായി കഴിയുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ബീഫ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചിക്കൻ ആയാലും എടുക്കാം, ഞങ്ങളിവിടെ ബീഫാണ് എടുത്തത്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ വറുത്ത് മാറ്റി വെച്ച ആ ചപ്പാത്തി ഇല്ലേ അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഈ പൊളി ടേസ്റ്റാണ്, എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.